ഖബറിന്റെ കാൽഭാഗത്താണ്. ഇവിടെ ഇതാണ് ഖബറെങ്കിൽ ഇവിടെ തല, ഇവിടെ കാല്. മയ്യത്ത് കൊണ്ടുവരേണ്ട എങ്ങനെയാ? തലയാണല്ലോ ഇങ്ങനെ കൊണ്ടുവരിക. തല കൊണ്ടുവന്നിട്ട് നേരെ വെക്കേണ്ടത്, മയ്യത്ത് കൊണ്ടുവെക്കേണ്ടത് എവിടെയാ? ഈ ഖബറിന്റെ കാൽഭാഗത്ത് കൊണ്ടുവച്ചിട്ട് ഇവിടുന്നാണ് ഇങ്ങനെ താഴോട്ട് ഇങ്ങനെയാണ് ഇറക്കുന്നത്. ഇങ്ങനെ വെക്കുന്ന സമയത്ത് ഇവിടെ തുണി പിടിക്കണം. ആ തുണി ഇങ്ങനെ മയ്യത്തിന് വെച്ചിട്ട് അങ്ങനെ തുണി പിടിച്ചിട്ട് മറ പിടിച്ചിട്ട് വേണം ഇവരെ അടക്കാൻ. സ്ത്രീകളുടെ മയ്യത്തടക്കുമ്പോൾ പ്രത്യേകം സുന്നത്താണ്. ഇത് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയാണ് ലോകത്ത് ആദ്യമായി ഈ സംഭവം നടപ്പിലാക്കിയത്. അവർ പറഞ്ഞ സംഭവമാണ്, ഞാൻ പകലാണ് മരിക്കുന്നതെങ്കിൽ എൻ്റെ മയ്യത്ത് എപ്പോഴേ അടക്കാവുള്ളൂ? രാത്രിയിലെ അടക്കാവുള്ളൂ. എന്റെ മയ്യത്ത് കട്ടിൽ കൊണ്ടുപോകുമ്പോൾ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലാകണം. ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ പറഞ്ഞതാണ്, ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലാവണം. അപ്പൊ കൂട്ടുകാരിയാകുന്ന അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹ അവര് നേരെ വെളിയിൽ പോയിട്ട് ഹബിഷയിലുള്ളതാകുന്ന എത്യോപ്യയിലുള്ള മയ്യത്ത് കട്ടിലിനെ കുറിച്ച് പറയുകയും ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വീട്ടിൽ നിന്ന് പുറത്തു കൊണ്ടുവന്നിട്ട് അത് കാണിച്ചു കൊടുക്കുകയും ചെയ്യുന്ന 2-3 ഈന്തപ്പനയുടെ മടലിങ്ങനെ വെച്ചിട്ട് കാണിച്ചു കൊടുത്തു. നമുക്കൊരു മയ്യത്ത് കട്ടിൽ ഇങ്ങനത്തെ പണിയിച്ചാലോ? ഇത് എത്യോപ്യയിലുണ്ട് ഇങ്ങനത്തെ മയ്യത്ത്. അതെങ്ങനത്തെയാ? ഇങ്ങനെ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടില. അതുവരെയുള്ള മയ്യത്ത് കട്ടിൽ എങ്ങനത്തെയായിരുന്നു? ഒറ്റ സ്ട്രക്ചറാണ്, ഒറ്റ പലകയാ. നമ്മുടെ സാധാരണ ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോകുമ്പോൾ സ്ട്രക്ചർ കണ്ടിട്ടില്ലേ? നേരെ കൊണ്ടുപോയി നമ്മൾ കടത്തുകയാണ്. അങ്ങനെ കടത്തിയാലുള്ള പ്രശ്നം എന്താ? ആളുകൾ ഇങ്ങനെ കൊണ്ടുപോകുമ്പോൾ ശരീരത്തിന്റെ എല്ലാ ഭാഗങ്ങളും നല്ലപോലെ കാണും. സംഭവം 3 തുണിയിൽ പൊതിഞ്ഞിട്ടാ. അതിന്റെ മുകളിലും തുണിയിട്ടൊക്കെ പൊതിഞ്ഞിട്ടുണ്ട്. വീണ്ടും തുണി ഇട്ടിട്ടുണ്ടെങ്കിലും ഫാത്തിമ ബീവിയുടെ ശരീരത്തിന് ഇത്ര നീളം, ഇത്ര വണ്ണം എന്ന് മനസ്സിലാക്കും. അത് മനസ്സിലാക്കാതിരിക്കാൻ വിഷമിച്ച് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഇരുന്ന് കരയുക. 2-3 ദിവസം കൊണ്ട് കരച്ചില്ല. അപ്പോൾ കൂട്ടുകാരി വന്നിട്ട് ചോദിച്ചു, എന്തിനാണ് നീ കരയുന്നത്? മാ യുബ്കീകി യാ ഫാത്തിമത്തു, എന്തിനാ ഫാത്തിമ നീ കരയുന്നത്? അപ്പോൾ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞതാ, എന്ത്? എൻ്റെ മയ്യത്ത് കട്ടിൽ ഓർത്തിട്ട് കരയാണ്. കാരണം ഇപ്പൊ മദീനത്തുള്ള മയ്യത്ത് കട്ടിൽ എങ്ങനത്തെയാ? ഒറ്റ പലകയാ, ഒറ്റ സ്ട്രക്ചറാണ്. അതിന്റെ മുകളിൽ കടത്തിയിട്ടാണല്ലോ കൊണ്ടുപോവുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരെ കൊണ്ടുപോയത് അങ്ങനത്തെ മയ്യത്ത് കട്ടില്ല. എങ്ങനത്തെ? ഒറ്റ പലക പോലത്തെ മയ്യത്ത് കെട്ടത്. അതില് 4 സൈഡിൽ ആളുകൾ പിടിച്ചിട്ട് മയ്യത്ത് കൊണ്ടുപോകും. അങ്ങനത്തെയാണ്. അപ്പൊ കൊണ്ടുപോകുമ്പോൾ മയ്യത്ത് ഇങ്ങനെ സൂര്യൻ നോക്കുമ്പോഴും ആളുകൾക്ക് കാണാം. അപ്പൊ ആളുകൾക്ക് നീളം വ്യക്തമാകും, വണ്ണം തിരിയും. സംഭവം മറച്ചിട്ടാണെങ്കിൽ പോലും വണ്ണവും കോലവും ഒക്കെ ഏകദേശം ഒരു രൂപരേഖ കിട്ടും. അതെനിക്ക് വല്ലാത്ത വിഷമം. ഞാൻ ഇത്രയും കാലം ഒരു അന്യരായ പുരുഷന്മാരിൽ കാണിക്കാതെ എൻ്റെ ശരീരത്തെ മറച്ചാ നടന്നിട്ടുള്ളത്. സ്വർഗീയ സ്ത്രീകളുടെ നേതാവാ ഇവരാ. സ്വർഗീയ സ്ത്രീകളുടെ നേതാവ്. ഇവരെ പിൻപറ്റിയിട്ടാണ് നമ്മുടെ മക്കൾ പോകുന്നത്. എല്ലാം കാണിച്ചോണ്ട് എവിടെ പോവാ? വാതിനെ പോവാ. അസ്സലാമു അലൈക്കും. ഇപ്പൊ സ്വർഗത്തിലേക്ക് പോകും. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇവര് മരിക്കുന്ന സമയത്ത് മരിച്ചതിന് ശേഷം മയ്യത്ത് കൊണ്ടുപോകുന്ന ഓർത്തിട്ട് കരയാണ് ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ. ഭയങ്കര ചിന്തിക്കണം നമ്മൾ. മരിച്ചു കഴിഞ്ഞ ശേഷം ഇവരോട് തക്ലീഫില്ല, ശാസനയില്ല. കാരണം പിന്നെ അവരുടെ മയ്യത്ത് വൃത്തിക്ക് അടക്കേണ്ടത് ആരാ? ജനങ്ങളാണ്. എന്റെ മയ്യത്ത് കട്ടിൽ ഓർത്തിട്ടാണ് ഞാൻ കരയുന്നത്. അങ്ങനെ കരയുമ്പോ കൂട്ടുകാരി പറഞ്ഞു, എടി നീ വിഷമിക്കണ്ട. കൂട്ടുകാരി ആരാ? അസ്മാ ബിൻത് യസീദ് അൽ അൻസാരി റളിയല്ലാഹു അൻഹ. അവർ പറഞ്ഞു, ഈ വിഷമിക്കണ്ട, നിനക്ക് ഞാനൊരു മയ്യത്ത് കട്ടിൽ പറഞ്ഞുതരാം. വാ, വീട്ടിൽ നിന്ന് റൂമിൽ നിന്ന് വെളിയിൽ ഇറങ്ങാൻ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായി കഴിഞ്ഞ 6 മാസത്തിന് ശേഷമാണ് ആര് മരിക്കുന്നത്? ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ മരിക്കുന്നത്. അവരന്നാണ് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയതെന്നാണ് ഇമാമികൾ രേഖപ്പെടുത്തുന്നത്. അതുവരെ അതിനകത്തിരുന്ന് ഖുർആനോത്ത്, ദിക്ർ, ഔറാദ, വേറൊരു പരിപാടിക്ക് പോയിട്ടില്ല. എപ്പോഴും ദുഃഖത്തോടു കൂടി ഇരിക്കുക. നബി പറഞ്ഞിട്ടുണ്ട്, മരിക്കുന്നതിന് മുമ്പ് കാതിലെന്ത്? അടുത്ത ഉടനെ തന്നെ നീയാണ് എൻ്റെ കുടുംബത്തിൽ നിന്ന് എന്നിലേക്ക് വരുന്നത്, മരിക്കുന്നെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് പ്രതീക്ഷിച്ചിരിക്കുക. ദിക്ർ, ഔറാദ് തന്നെ. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കൂട്ടുകാരിയെടുത്ത് ഈ വിഷയം പറയുന്നത്. കൂട്ടുകാരി പറഞ്ഞു പുറത്തോട്ട് വരാൻ പറഞ്ഞു. പുറത്തോട്ട് വന്നപ്പോൾ ഈന്തപ്പന മടലുകളൊക്കെ ഇങ്ങനെ ചേർത്ത് വെച്ചിട്ട് ചുറ്റും മറച്ചുള്ള മയ്യത്ത് കെട്ടില്. ഇപ്പൊ ഇന്ന് നമ്മുടെ മയ്യത്ത് കെട്ടിലില്ലേ? നമ്മുടെ മയ്യത്ത് കെട്ടിൽ കണ്ടിട്ടില്ലേ? ചുറ്റും മറച്ചിട്ടുള്ളല്ലേ? കണ്ടില്ലേ? മയ്യത്ത് കെട്ടിൽ കാണാത്തവരൊന്ന് ഇറങ്ങുമ്പോൾ കണ്ടോളി. പണ്ടൊക്കെ ഈ മയ്യത്ത് കെട്ടിൽ എവിടെയായിരുന്നു വെക്കുക? ഫ്രണ്ടിൽ തന്നെ വെക്കും. വരുമ്പോൾ ഒതു എടുക്കുമ്പോഴേ ഇത് കാണും. അപ്പൊ പേടിയോട് കൂടി അകത്തോട്ട് കയറും. ഇന്ന് മയ്യത്ത് കെട്ടിൽ കാണണ്ട, എവിടെയും കൊണ്ട് വെക്ക്, മാറ്റി വെച്ചേക്കുന്ന. പണ്ടൊക്കെ മയ്യത്ത് കെട്ടിൽ കാണിക്കുമായിരുന്നു. ഇപ്പൊ എങ്ങനെയാണോ വെച്ചിരിക്കുന്നത്? ആണോ? ഫ്രണ്ടിലെ ഉള്ളത് കണ്ടാൽ മതി. അള്ളാഹു തൗഫീഖ് തരട്ടെ. പണ്ടങ്ങനെയല്ലേ ഹൗലിങ്കരയിൽ അല്ലേ ഒതുകൊടുക്കുന്ന ഹൗലിങ്കരയുടെ അവിടെ ഉണ്ടാവും. കാരണം ഇതിങ്ങനെ കണ്ടിട്ടാണ് ഈ മയ്യത്ത് കെട്ടിലൊക്കെ കണ്ടു ഭയപ്പാട് കൂടി പള്ളിക്കകത്തോട്ട് കയറുക. അപ്പോഴൊരു പേടിയുണ്ടാവും. ഇന്നിപ്പോ പുതിയ ജനറേഷൻ മയ്യത്ത് കെട്ടിലൊന്നും ശരിക്കും കണ്ടിട്ടുണ്ടാവൂല. വാപ്പാടെ ജനാസ പോലും ശരിക്കും കണ്ടിട്ടുണ്ടാവൂല. ആരെങ്കിലും ഒക്കെ പിടിച്ചിട്ട് പള്ളിയിലോട്ട് കൊണ്ടുപോല. ഇവൻ പതുക്കെ സ്കൂട്ടറിൽ പോയിട്ടുണ്ടാവും നേരെ ഫ്രണ്ടിൽ ഓടിച്ചു. ഞാൻ അവിടെ പോയിട്ട് വാത് പറയാൻ പോകണം ഫ്രണ്ടിൽ. കാരണം ഹത്തീബിൻ്റെ കൂടെ എനിക്ക് കുറച്ച് പ്രസംഗിക്കാനുണ്ട്. വാപ്പാടെ കടവല്ലോണ്ടെങ്കിൽ ഏറ്റെടുക്കുക, എനിക്ക് നേരത്തെ പോകണം. അതുകൊണ്ട് വണ്ടി എടുത്ത് ഇവനാദ്യം പോയിട്ടുണ്ടാവും.
ഏതും ആയിക്കോട്ടെ, മയ്യത്ത് കെട്ടിലൊന്ന് കണ്ടോണം, അത് നല്ലതാ, ഒന്ന് കാണുക, അതൊന്ന് മനസ്സിലാക്കണം. ഇത് ഇന്നത്തെ ഇങ്ങനെ ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കെട്ടില്ല. ഇത് ആദ്യമായി നിലവിൽ വരുന്നത് മദീനയിൽ ആരുടെ ജനാസയ്ക്ക? ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസയ്ക്ക. ശരിക്കും മനസ്സിലാക്കണം, അതിന് മുമ്പില്ല. അവരായിട്ടാണ് ഈ സംഭവം കൊണ്ടുവരുന്നത്. അപ്പൊ വെളിയിലേക്ക് വന്ന കൂട്ടുകാർ ഇങ്ങനെ കാണിച്ചു കൊടുത്തു, ഇതാ നമുക്കൊരു മയ്യത്ത് കെട്ടിൽ പണിയാ, ഇത് എത്യോപ്യയിലെ ഹബിഷയിലുള്ള മയ്യത്ത് കെട്ടില, ഇതേപോലെ ചുറ്റും മറച്ച മയ്യത്ത് കെട്ടിലാണെന്ന് പറഞ്ഞു. അപ്പം ഫളഹിഖത്ത് ഫാത്തിമത്തു, ഹദീസിലുണ്ട്, ചരിത്രം കാണാം, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചു. അപ്പോഴാണ് ചിരിക്കുന്നത്. അഥവാ തൻ്റെ മയ്യത്ത് കെട്ടിൽ വൃത്തിയായിട്ട് കൊണ്ടുപോകുമെന്ന് കേട്ടപ്പോൾ, ചുറ്റും മറച്ചാൽ പിന്നെ കടത്തിയാൽ സ്ട്രക്ചർ കടത്തിയ പ്രശ്നമുണ്ടാവും, ചുറ്റും ആളൊന്നും കാണൂല. ഇത് കേട്ടപ്പോൾ ഫളഹിഖത്തു ഫാത്തിമത്തു, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പുഞ്ചിരിച്ചു. അപ്പോൾ അവർ പറഞ്ഞു അൽഹംദുലില്ലാഹ്, ഇതാണെങ്കിൽ കുഴപ്പമില്ല, ഇതെന്നാ ഇത്രയും പെട്ടെന്ന് ഓർഡർ ആയിക്കണം. അവർ പറഞ്ഞു എന്നാലും പോരാ, ഇതിൻ്റെ മുകളിലേക്ക് ഒരു തുണി ഇടണം. അങ്ങനെയാണല്ലോ മയ്യത്ത് കൊണ്ടുപോകുന്നത്, കണ്ടില്ലേ, സ്ത്രീകളെ മയ്യത്ത് കൊണ്ടുപോകും, അതിൻ്റെ മുകളിലോട്ടൊരു തുണി ഇടുക. അതോടൊപ്പം തന്നെ മയ്യത്ത് അടക്കുന്ന സമയത്ത് ഒരു തുണി ഇങ്ങനെ പിടിക്കണം, 4 ഭാഗത്തും തുണി പിടിക്കുക, ഖബറിന്റെ ഭാഗത്ത് ഒരു തുണി പിടിക്കുക. ഇതൊക്കെ സുന്നത്താണ്, നിർബന്ധമല്ല, സുന്നത്തായ അമലുകളിൽ പെട്ടതാണ്. കാരണം ഫുള്ള് മറച്ചിട്ടാ ഉള്ളത്. എങ്കിലും ഒന്നുകൂടി ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ സുരക്ഷിതത്തിന് വേണ്ടി പറയാ, അവരുടെ ശരീരത്തിന്റെ ഒരു ഭാഗം പോലും തന്നെ കാണാൻ പാടില്ല എന്ന നിലക്കുള്ള സൂക്ഷ്മതയാണ് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. മനസ്സിലാക്കണം, അല്ലാഹു അവരുടെ ദറജ ഉയർത്തുമാറാവട്ടെ. അപ്പൊ വിവാഹത്തിലൂടെയുള്ള ലക്ഷ്യം അതാണ്. ഇങ്ങനെയൊക്കെ കൊണ്ടുപോയിട്ട് എന്താ ഉണ്ടായത്? അല്ലാഹ് അതല്ലേ പഠിക്കേണ്ടത്. ഈ രീതിയിൽ സൂക്ഷ്മത വെച്ചതാകുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിന്റെ സമീപത്തേക്ക് എത്തി. മയ്യിത്ത് നിസ്കാരമൊക്കെ കഴിഞ്ഞ് ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹു 2 മക്കൾ, അലി റളിയല്ലാഹു അൻഹു, മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു, ഇവർ 4 പേരാണ് മയ്യിത്ത് ചുമക്കുന്നത്. അത്രയ്ക്കുള്ളേ ഉള്ളൂ, അതിന് മാത്രമുള്ള വെയിറ്റ് ഇല്ല. മയ്യത്ത് നമ്മളെല്ലാവരും കൂടി ചുമക്കെന്ന് പറഞ്ഞാൽ അതിനൊരു കൂലി കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഒന്ന് ജസ്റ്റ് ഒന്ന് ചുമന്ന് അടുത്ത ആൾക്ക് കൈമാറി, അപ്പോൾ അത്രയും എത്ര നേരം ചുമക്കുന്നു അതിൻ്റെ ഒരു കൂലി എല്ലാവർക്കും ലഭിക്കും. എല്ലാവരും ഒന്ന് മയ്യത്ത് എപ്പോഴും ഒന്ന് ജസ്റ്റ് ഒന്ന് പിടിക്കുന്നത് നല്ലതാണ്. ആ മയ്യത്ത് കട്ടിൽ എപ്പോഴും ഏത് ജനാസ വന്നാലും അതിനൊരു കൂലി ഉണ്ടാവും ചുമക്കുന്നതിന്. ഒരല്പമെങ്കിലും ഒന്ന് ചുമക്കണം. ആരോഗ്യമുള്ളവർ പ്രത്യേകിച്ചു അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിനൊക്കെ വലിയ കൂലിയാണ്. നബിയനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാകുന്ന ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹയുടെ ജനാസ ഖബറിന്റെ സമീപത്തേക്ക് കൊണ്ടുവരുകയാണ്. പരിശുദ്ധമായ മദീന പള്ളിയുടെ ചാരത്ത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ടതാകുന്ന മദീന പള്ളിയുടെ ചാരത്ത് ജന്നത്തുൽ ബഖീലേക്ക് കൊണ്ടുവരുന്നു. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയും പ്രിയപ്പെട്ട ഭർത്താവ് അലിയാർ തങ്ങളും സ്വഹാബികളിൽ പ്രമുഖനായ പ്രായമേറെയുള്ള അബൂദർ അൽ ഗിഫാരി തങ്ങളും അടക്കമുള്ളവർ മയ്യത്ത് കട്ടിൽ ചുമന്നുകൊണ്ട് ഇതാ മയ്യത്തിനെ കൊണ്ടുവന്ന് ഖബറിന്റെ കാൽഭാഗത്ത് കൊണ്ടുവന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ വെക്കുമ്പോ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു അൻഹു ഖബറിനോട് പറയുകയാണ്, യാ ഖബറോ അതദ്രി മനില്ലതി ജിനാ ബിഹാ ഇലൈക്, അല്ലയോ ഖബറേ ഖബറേ, ആരെയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നതെന്നറിയുമോ? ആദിഹി ബിന്ത് റസൂലില്ലാഹ്, കാരുണ്യത്തിന്റെ കരസ്പർശം കൊണ്ട് മാലോകരുടെ മനതലങ്ങളെ മദീനയിലേക്ക് മാടി വിളിച്ച ഹബീബ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പ്രിയപ്പെട്ട മകളാണ് ഫാത്തിമ. ബളഅത്തും മിന്നി, ഫാത്തിമ എന്ന കരളിന്റെ കഷ്ണമാണെന്ന് നബിയോനാ റസൂലുള്ളാഹി. സ്വന്തം മകളെ കുറിച്ച് പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അത്രയേറെ പറയണമെങ്കിൽ ഫാത്തിമയെ വിഷമിപ്പിച്ചവർ എന്നെ വിഷമിപ്പിച്ചവരാണ്, ഫാത്തിമയെ സ്നേഹിക്കുന്നവർ എന്നെ സ്നേഹിച്ചവരാണ്, അവർക്ക് എന്റെ സ്നേഹമുണ്ട് എന്ന് റസൂലുള്ളാഹി പറയണമെങ്കിൽ ആ പ്രവാചകന്റെ മകൾ എത്രമേൽ സ്ഥാനമുള്ളവളാണ്. അതുകൊണ്ട് തന്നെ ഖബറിന്റെ സമീപത്ത് വന്നപ്പോൾ ഫാത്തിമാവിയുടെ ജനാസ കൊണ്ടുവന്നു വെച്ച് മഹാനായ അബൂദർ അൽ ഗിഫാരി റളിയല്ലാഹു തആല അൻഹു റസൂലുള്ളാഹി വഫാത്തായി 6 മാസങ്ങൾക്ക് ശേഷം വഫാത്തായ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ജനാസ കൊണ്ടുവന്നു വെച്ച് സ്വഹാബി അദാവാദ് പറയുകയാണ്. പരിശുദ്ധമായ റമളാനാണ്, റമളാൻ 4ന്റെ ദിവസമാണ്. മയ്യത്ത് ഖബറടക്കുകയാണ്. ഖബറിന്റെ സമീപത്ത് കൊണ്ടുവന്ന് വെച്ച് അബൂദർ അൽ ഗിഫാരി തങ്ങൾ പറയുകയാണ്, യാ ഖബറോ അതദ്രി മനില്ലതി ജിനാ ബിഹാ ഇലൈക്,
ആരെയാണ് നിന്നിലേക്ക് ഞങ്ങൾ ഇറക്കി വെക്കുന്നതെന്നറിയുമോ? ഇന്ന് വരെ നീ കണ്ടിട്ടുള്ളതാകുന്ന ഒരു സ്ത്രീകളെ പോലെ ഈ ഒരു പെണ്ണിനെ കാണല്ലേ, കാണല്ലേ. അല്ലാഹുവിന്റെ റസൂലിന്റെ മകളാണ്, കരളിന്റെ കഷ്ടമാണ്. ലോകീയ സ്ത്രീകളുടെ നേതൃത്വമാണ്. സ്വർഗീയ സ്ത്രീകൾക്ക് 4 നേതൃത്വമുണ്ട്. അതിലൊന്ന് പരിശുദ്ധരാകുന്ന പ്രിയപ്പെട്ട പ്രവാചകന്റെ പത്നിയായ ഖദീജയാണ്. രണ്ടാമത്തത് പ്രവാചകന്റെ പ്രിയപ്പെട്ട ഖദീജയിലൂടെ അള്ളാഹു നൽകിയ മകളായ ഫാത്തിമയാണ്. ആ ഫാത്തിമ എന്ന് പറയുന്ന പ്രിയപ്പെട്ട മകളാണ് ഇത്. റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളാണ്. വസൗജത്തു അലിയൻ, അലിയാർ തങ്ങളുടെ ഭാര്യയാണ്. പരിശുദ്ധമായ ബദറടക്കമുള്ളതാകുന്ന യുദ്ധങ്ങളിൽ വീരശൂര പരാക്രമിയായി നിലകൊള്ളുകയും രണഭൂമിയിൽ വലിയതാകുന്ന ശൂര്യത്വം കാണിച്ചുകൊണ്ട് നിലകൊള്ളുകയും ചെയ്ത പ്രവാചകന്റെ പ്രിയപ്പെട്ട മരുമകനല്ലേ. അന മദീനത്തുൽ ഇൽമി വ അലിയുൻ ബാബുഹാ. ഞാൻ വിജ്ഞാനത്തിന്റെ പൂന്തോട്ടമാണ് എങ്കിൽ അതിലേക്ക് കടക്കാനുള്ള കവാടമാണ് അലി എന്ന് അല്ലാഹുവിന്റെ റസൂല് പുകഴ്ത്തി പറഞ്ഞ വ്യക്തിയല്ലേ. കുട്ടികളിൽ നിന്ന് ആദ്യമായി പരിശുദ്ധമായ ഇസ്ലാം മതം സ്വീകരിച്ചവരിൽ പ്രമുഖനല്ലേ. യുവാക്കളിൽ നിന്ന് ഇസ്ലാം മതം സ്വീകരിച്ച വലിയ സമുന്നതനായ വ്യക്തിത്വമല്ലേ. അലിയാര് തങ്ങളല്ലേ. പരിശുദ്ധ പ്രവാചകർക്ക് ഇഷ്ടപ്പെട്ടതാകുന്ന വ്യക്തിത്വമല്ലേ. എത്ര യുദ്ധങ്ങൾ നയിച്ച വ്യക്തിയാണ് അദ്ദേഹം. മുഖേന ജീവിതത്തിൽ വിജയം കിട്ടിയ വ്യക്തിയാണ്. പരിശുദ്ധരാകുന്ന അലി റളിയല്ലാഹു അൻഹുവിന്റെ ഭാര്യയാണ്. തീർന്നില്ല ഉമ്മുൽ ഹസനി വൽ ഹുസൈൻ. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമാ എന്ന റസൂലുള്ളാഹിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട പേരക്കിടാങ്ങളുടെ മാതാവാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ്. സയ്യിദ ശബാബി ആഖിരിൽ ജന്ന. സ്വർഗീയ യുവാക്കളുടെ നേതൃത്വമാണ് 2 പേരമക്കൾ. എന്റെ പേരക്കുട്ടികളാകുന്ന ഹസൻ ഹുസൈനുമെന്നും നബിയുനാ റസൂലുള്ളാഹി, അല്ലാഹുവിന്റെ റസൂൽ പുകഴ്ത്തി പറഞ്ഞതായ റസൂലുള്ളാഹിന്റെ പേരക്കിടാങ്ങളുടെ ഉമ്മയാണ്. ആ മകളെയാണ് ഖബറിലേക്ക് വെക്കുന്നത്. ഖബറേ നീയൊന്ന് ശ്രദ്ധിക്കണേ എന്ന് ഖബറിനോട് സ്വഹാബിയായ അബൂദർ ഗിഫാരി തങ്ങൾ പറഞ്ഞപ്പോ ഫസമിഉ നിദാ. ആലങ്കോടുള്ള പ്രിയപ്പെട്ട ഉമ്മമാരെ ചെറുപ്പക്കാരികളെ, ഫാത്തിമ ബീവിയുടെ ജീവിതം കേട്ടുകൊണ്ട് കോരിത്തരിച്ചിരിക്കുന്ന പ്രിയപ്പെട്ട സഹോദരിമാരെ പഠിക്കണേ. ആ ഖബറിൽ നിന്ന് ഒരശരീരി കേൾക്കുകയാണ്. ഫസമിഉ നിദാ. ആ ഖബർ സംസാരിക്കുന്നത് കേൾക്കുകയാണ്. ഇന്നമാ അന മൗളിഉ അമലി സാലിഹ്. ഖബറാകുന്ന എന്നിലേക്ക് കുടുംബ മഹിമയോ തറവാട്ട് മഹിമയോ പറഞ്ഞുകൊണ്ട് കടന്നു വരരുതേ. ഞാൻ ജീവിതത്തിലെ ഏറ്റവും വലിയ ആളാണ്. റസൂലുള്ളാഹിന്റെ മകളാണ്. അലിയാര് തങ്ങളുടെ ഭാര്യയാണ്. ഹസൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുമയുടെ ഉമ്മയാണ്. അതാണ് ഇതാണ് എന്ന് പറഞ്ഞ് എന്നെ വിലക്കെടുക്കാമെന്ന് കരുതരുതേ. ഇന്നമാ അന മൗളിഉ അമലി സാലിഹ്. ജീവിതത്തിൽ സുഹൃതം ചെയ്തവർക്ക് മാത്രമാണ് എന്നിൽ സുരക്ഷയുള്ളത്. അല്ലാത്തവർക്ക് ഇവിടെ പ്രയാസമാണ്. ഇവിടെ കുടുംബ മഹിമ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ഇവിടെ തറവാട്ട് മഹിമ പറഞ്ഞുകൊണ്ട് രക്ഷപ്പെടാമെന്ന് കരുതണ്ട. ആലങ്കോട് ജമാഅത്തിന്റെ പരിസരത്ത് ഉന്നതമായി വീട് വെച്ചുകൊണ്ട് ജീവിക്കുന്നവരാണ് ഞങ്ങൾ. വലിയ തറവാട്ടുകാരാണെന്ന് പറഞ്ഞുകൊണ്ട് ഗരിമ നടിക്കാൻ നീ വരേണ്ടതില്ല. ഇന്നമാ അന മൗളിഉ അമലി സാലിഹ്. ജീവിതത്തിൽ നമസ്കാരം ചിട്ടയുണ്ടോ? നോമ്പുകൾ കൊടുത്തു വീട്ടിയവരാണോ? സക്കാത്തുകൾ കൊടുത്തു വീട്ടിയവരാണോ? പാവപ്പെട്ടവന് കണ്ണീരൊപ്പിയവരാണോ? നോമ്പുതുറ സൽക്കാരങ്ങളിൽ വ്യാപൃതരായവരാണോ? ലഹരിമുക്ത ജീവിതം നയിച്ചവരാണോ? മക്കൾക്ക് വേണ്ടി മനോഹരമാകുന്ന ജീവിതം കാഴ്ചവെച്ചവരാണോ? മാതാപിതാക്കളെ അനുസരിച്ചുകൊണ്ട് മാന്യമായ ജീവിതം നയിച്ച ചെറുപ്പക്കാരാണോ
യുവാക്കളാണോ? ഹറാമായ തലത്തിലേക്ക് കണ്ണുകളെ കൊണ്ടുപോകാതെ, കാതുകളെ കൊണ്ടുപോകാതെ, കൈകളെ കൊണ്ടുപോകാതെ, കാലുകളെ കൊണ്ടുപോകാതെ ശരീരത്തിന്റെ സർവ്വ അവയവങ്ങളെയും അള്ളാഹുവിലേക്ക് തിരിച്ചതായ സഹോദരനാണോ? കടന്നു വരിക, കടന്നു വരിക. അല്ലാത്തവർക്ക് ഈ ഖബർ ഇടുക്കമാണ്, ഈ ഖബർ പ്രയാസമാണ്, ഞെരുക്കമാണ്. ഖബറിൽ നിന്ന് ഈ അശരീരിയാണ് കേട്ടത് എന്ന് അബൂദറുൽ ഗിഫാരി റളിയല്ലാഹു അൻഹു. ആരുടെ ഖബറാണ് ഈ സംസാരിക്കുന്നത് ഓർക്കണേ. ഒരു വഖത്ത് പോലും നമസ്കാരം ഖളാ ആക്കാത്ത പെണ്ണല്ലയോ ബീവി ഫാത്തിമ. സ്വന്തം മാതാപിതാക്കളെ സ്നേഹിച്ചവളല്ലേ, കുടുംബങ്ങളെ സ്നേഹിച്ചവരല്ലേ, മക്കളെ കൃത്യമായി പോറ്റി വളർത്തിയതാകുന്ന വ്യക്തിത്വമല്ലേ, ജീവിതത്തിൽ ഒരു കറാഹത്ത് പോലും ചെയ്യാതെ ഒരന്യരാകുന്ന പുരുഷന്മാരുമായി തനിക്കാതെ ഹറാമായ തലത്തിലേക്ക് കണ്ണോ കാതോ ശരീരത്തിന്റെ അവയവങ്ങളോ ഒന്നുപോലും കൊണ്ടുപോകാതെ റസൂലുള്ളാഹിന്റെ പ്രിയപ്പെട്ട മകളാണെന്ന് മാത്രമല്ല സംശുദ്ധമായ ജീവിതം നയിച്ചുകൊണ്ട് നിലകൊണ്ടവളല്ലേ. അവസാനം മയ്യത്ത് കട്ടിലോർത്തുകൊണ്ട് ഒറ്റ സ്ട്രക്ചറിൽ കൊണ്ടുപോകുന്നോർത്തുകൊണ്ട് കരയുകയാണ്. ചുറ്റും മറച്ചിട്ടുള്ള മയ്യത്ത് കട്ടിലിൽ കൊണ്ടുപോകാമെന്ന് പറഞ്ഞപ്പോൾ ആ മയ്യത്ത് കട്ടിൽ കണ്ടിട്ട് ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്, ഇനി മരിക്കാൻ സന്തോഷമാണ്. ചുറ്റും മറച്ചാലും അതിന്റെ മുകളിൽ ഒരു തുണിയൊന്ന് ഇടണേ. എന്റെ ശരീരത്തിന്റെ ആകാര സൗഷ്ഠവങ്ങൾ, എന്റെ ശരീരത്തിന്റെ അംഗലാവണ്യങ്ങൾ, അതിന്റെ നീളം, അതിന്റെ വണ്ണം മറ്റുള്ള പരപുരുഷന്മാർക്ക് കാണാതിരിക്കാൻ ഒന്ന് ശ്രദ്ധിക്കണേ. ഞാൻ രാത്രിയാണ് മരിക്കുന്നത് എങ്കിൽ പകലിൽ പരിശുദ്ധമാക്കപ്പെട്ടതാകുന്ന ഖബറിലേക്ക് എന്നെ കൊണ്ടുപോയി അതേ രാത്രിയിൽ തന്നെ കൊണ്ടുപോയ ഖബറടക്കണേ. പകലാണ് മരിക്കുന്നതെങ്കിലും രാത്രിയിലേക്കൊന്ന് പിന്തിക്കണേ. ഇരുട്ടിലാണ് എന്നെ കൊണ്ടുപോയി അടക്കേണ്ടത്. കാരണം ഞാൻ ഇന്ന് വരെ ഒരന്യരാകുന്ന പുരുഷന്മാരുമായി തനിച്ചിട്ടില്ല. റസൂലുള്ളാഹിന്റെ മകളായതുകൊണ്ട് തന്നെ ആയിരക്കണക്കിന്, പതിനായിരക്കണക്കിന്, ലക്ഷക്കണക്കിന് സഹാബത്ത് എന്റെ ജനാസ നിസ്കരിക്കാൻ വേണ്ടി തടിച്ചുകൂടുമ്പോ അവരെന്റെ ശരീരത്തിന്റെ ഭാഷ തിരിച്ചറിയരുത്, സൂക്ഷ്മതക്കാണിതെന്ന് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ പറഞ്ഞുവെങ്കിൽ, അവരുടെ ഖബറിൽ നിന്ന് പോലും ഈസ അശരീരി കേട്ടുവെങ്കിൽ, മുസ്ലിമത്തെ, നമ്മുടെ ഖബറിന്റെ അവസ്ഥ എന്താണ്? നമ്മുടെ അവസ്ഥ എന്താണ്? ചിന്തിക്കണം. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയുടെ ഖബറിൽ നിന്ന് ഇത്തരത്തിലുള്ള ഒരു അശരീരം മുഴങ്ങിയെങ്കിൽ നമ്മുടെ ഖബറിന്റെ അവസ്ഥ എന്താണ്? അല്ലാഹു നമ്മളെ സാലിഹീങ്ങൾ ചേർക്കുമാറാവട്ടെ. അതുകൊണ്ട് മാറ്റം വരണം. തസവ്വജൂ അൽവലൂദൽ വദൂദ്. നിങ്ങൾ നല്ലതുപോലെ പ്രസവിക്കുന്നതായ, നല്ല സ്നേഹവും കരുതലും നൽകുന്ന സ്ത്രീകൾ വിവാഹം ചെയ്യണേ എന്ന് നബിയോനാ റസൂലുള്ളാഹി. ഫാത്തിമ ബീവിക്ക് എത്ര മക്കളുണ്ട്? അലി റളിയല്ലാഹു അൻഹുവിനോടൊത്ത് എത്ര മക്കളുണ്ട്? 5 മക്കളാണ്. ഹസൻ, ഹുസൈൻ, മുഹസിൻ എന്ന് പറയുന്ന കുഞ്ഞുമോൻ ചെറുപ്പത്തിലേ മരിച്ചു. സൈനബ്, ഉമ്മു കുൽസൂം, 5 പേരാണ് ആർക്കുള്ളത്? അലിയാർ തങ്ങളുടെ മക്കൾ. ഇന്നത്തെ വാതിന് വന്നിട്ട് എന്ത് കിട്ടിയെന്ന് ചോദിച്ചാൽ മക്കളെ എന്നെങ്കിലും പറയാം. അല്ലാഹു തൗഫീഖ് തരട്ടെ. അവർക്ക് 2 മക്കളല്ലേ ഉള്ളൂ എന്ന് നിങ്ങൾ ചിലപ്പോൾ ഇങ്ങനെ ചിന്തിക്കും, ഈ സദസ്സിൽ ഇങ്ങനെ മനസ്സിൽ. അതിനാണ് ആ ചിന്ത ഒടിക്കാനായിട്ട് പറഞ്ഞത്. 5 പേരുണ്ട്. മാത്രമല്ല, ഫാത്തിമ ബീബി റളിയല്ലാഹു അൻഹ വഫാത്തായതിനു ശേഷം അവർക്കിടയിലുള്ള വസിയത്ത് 2ാമത് വിവാഹം കഴിച്ചു. ആര്? അലി റളിയല്ലാഹു അൻഹു വഫാത്താകുന്ന വേളയിൽ 17 മക്കളുണ്ടെന്നാണ്. വേറെ ഒന്നും അല്ലാതെ. അല്ല, നിങ്ങൾ മനസ്സിലാക്കുന്നവരെന്താ? നിങ്ങൾ മനസ്സിലാക്കി ഈ ഹസൻ ഹുസൈൻ മാത്രമുള്ളതെന്നാണ് കരുതിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്കും 2, അവർക്കും 2 അല്ലേ, നമുക്കും 2. അവർക്ക് 2 അല്ല, പിടിച്ചോ. അല്ലാഹു തൗഫീഖ് തരട്ടെ. മക്കള് സാലിഹീങ്ങളായ മക്കള് നമുക്ക് അധികരിക്കണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതിന് എപ്പോഴും ദുആ രക്കണം. എന്ത്? റബ്ബനാ ഹബ് ലനാ മിൻ അസ്വാജിനാ വദുരിയാതിനാ ഖുർറത അയുൻ വജഅൽനാ ലിൽ മുത്തഖീന ഇമാമാ. 5 നേരം പള്ളി ദ്വാരക്കുമ്പോൾ നമ്മളൊന്നും മൈൻഡ് ചെയ്യില്ല. ഭയങ്കര ശ്രേഷ്ഠമായ ദുആ.
ഇന്നത്തെ ഈ റമളാനിൽ എല്ലാ ഉമ്മമാരും ഉപ്പമാരും ശരിക്കും അധികരിപ്പിക്കേണ്ട ഒരു ദുആ ആണിത്. ربنا هب لنا من أزواجنا وذرياتنا قرة أعين. അല്ലാഹുവേ, ഞങ്ങൾക്ക് നൽകുന്ന ഇണകളെയും ഞങ്ങൾക്ക് നൽകുന്ന സന്താനങ്ങളെയും കൺകുളിർമയുള്ളവരാക്കണേ അല്ലാ. കണ്ണിന് കുളിർമയുള്ളവരാക്കി തരണേ അല്ലാ. നമ്മുടെ ദുആ മസ്റ്റാണ്. ഇത് വേണം. എല്ലാ അമ്പിയാക്കളും അതല്ലേ ദുആയിരുന്നത്. ഹുനാലിക ദഅ സകരിയ റബ്ബി ഹബ്ലി മിൻ ലദുക ദുർരിയതൻ ത്വയ്യിബതൻ ഇന്നക സമീഉദ് ദുആ. അല്ലാഹുവേ, എനിക്ക് സാലിഹായ പരിശുദ്ധനായ കുഞ്ഞിനെ തരണേ അല്ലാ. സാലിഹായ മകനെ നൽകണേ അല്ലാ. സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തു. മാഷാ അല്ലാ, ആ ദുആ ചെയ്ത സ്ഥലമൊക്കെ പറയുന്നുണ്ട് ഖുർആൻ. ഭയങ്കര സംഭവമാണ്. മറിയം ബീബി റളിയല്ലാഹു അൻഹ ഇബാദത്ത് എടുത്തിരുന്ന സ്ഥലത്തിരുന്നായിരുന്നു ആര് ദുആ ചെയ്തത്? മഹാനായ സക്കരിയ നബി അലൈഹിസ്സലാം ദുആ ചെയ്തത്. മറിയം ബീയുടെ വാപ്പാടും ഉമ്മാടെയും പേരെന്താ? ഹന്നത്ത് ബീവി ഇമ്രാൻ റളിയല്ലാഹു അൻഹ. അവര് നിയ്യത്ത് ചെയ്തു, പടച്ചറബേ, ഒരു കുഞ്ഞിനെ കിട്ടിയാൽ ആ കുഞ്ഞിനെ ബൈത്തുൽ മുഖദ്ദസിലേക്ക് ഞങ്ങൾ പരിപാലനത്തിന് നിയ്യത്ത് ചെയ്യുന്നു, നേർച്ചയാക്കാൻ. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്ത കുഞ്ഞേതാ? ആരാ കൊടുത്തത്? പെണ്ണാണ് കൊടുത്തത്, ആണല്ല. അപ്പൊ തന്നെ മനസ്സിലായി പള്ളിയിലേക്ക് ആരാ പോവേണ്ടത്? ആണുങ്ങളാണ്. കാരണം അവര് പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. ഖുർആൻ പറയുന്നതാണ് ആ സംഭവം. പെണ്ണ് വന്നപ്പോഴത്തേക്ക് അവർ എടുത്തു പറയുന്നുണ്ട്. ഫലമ്മാ വളഅത്ഹാ ഖാലത് റബ്ബി ഇന്നി വളഅതുഹാ ഉൻസാ വല്ലാഹു അഅലമു ബിമാ വളഅത് വലൈസ الذكر كالأنثى وإني سميتها مريم وإني أعيذها بك وذريتها من الشيطان الرجيم. മറിയം ബീബി റളിയല്ലാഹു അൻഹയെ പ്രസവിച്ചിട്ടപ്പോൾ ഹന്നത്ത് ബീബി റളിയല്ലാഹു അൻഹ മഹദിയാകുന്ന ഉമ്മ തന്നെ വിളിച്ചു പറയുകയാണ്, അല്ലാഹുവേ, എനിക്ക് നൽകിയിട്ടുള്ളതാകുന്ന പെണ്ണിനെയാണല്ലോ ഞാൻ പ്രസവിച്ചത്. ഒരു പെണ്ണിനെയാണ്. ഒരിക്കലും ഒരു പെണ്ണ് ആണിനെ പോലെ ആകുകയുമില്ലല്ലോ. വലൈസ ദക്കറു കൽ ഉൻസാ വഇന്നി സമ്മൈതുഹാ മറിയം. ഞാൻ ഇവൾക്ക് പേര് വെക്കുന്നത് മറിയം എന്നാണ്. കുട്ടി ജനിച്ച പേരിടൽ സുന്നത്ത. എന്താ മറിയമിന്റെ അർത്ഥം? എന്താ? ഇബ്രു ഭാഷയാണ്. മറിയം എന്ന് പറഞ്ഞാൽ ആബിദ എന്ന അർത്ഥം, ആരാധന നിർവഹിക്കുന്നവൾ എന്നാണ് അർത്ഥം. നല്ല അർത്ഥമുള്ള പേരിടണം മക്കൾക്ക്. പാപ്പാടെ ഉമ്മാടെയും കടമയിൽപ്പെട്ടതാ. മക്കളെ എങ്ങനെ നന്നാക്കാം ആണ് നമ്മുടെ വിഷയം. മക്കളെ നന്മയുടെ പൂക്കളാക്കി ഇങ്ങനെ കൊണ്ടുവരാം. അത് ശ്രദ്ധിക്കേണ്ട ഘടക. ഒന്നാമത് വിവാഹം കഴിക്കുന്ന പെണ്ണെന്തായിരിക്കണം? സാലിഹത്തായിരിക്കണം, ഇല്ലെങ്കിൽ വിഷയാണ്. രണ്ടാമതായി ശ്രദ്ധിക്കേണ്ടതാ നല്ല പേരിടണം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. നല്ല പേരിടണം. മക്കളുമായി ബന്ധപ്പെട്ട ഒരുപാട് കാര്യമുണ്ട്. അക്കീക്കയുടെ അറിവ്, പക്ഷെ അതൊക്കെ പറയും, അടുത്ത ആഴ്ച പറയും. അതൊക്കെ നിർബന്ധമായിട്ട് പഠിക്കേണ്ടതാണ്. പുതിയ തലമുറ പഠിക്കേണ്ടതാണ്. ഇന്ന് മാതാപിതാക്കളൊന്നും ശ്രദ്ധിക്കുന്നില്ല. ഇതൊക്കെ ഒരു നിസ്സാരമായിട്ട് കാണുകയാണ്. ആരെങ്കിലും അക്കീക്കയുടെ അറിവ് അറുത്തിട്ട് നല്ല മട്ടൻ കിട്ടിയ റാഹത്തായിട്ട് വേവിച്ച് തിന്നുന്നതല്ലാതെ സ്വന്തമായിട്ട് ഇത് ചെയ്യണമെന്നോ ഇതെന്താണ് ഇതുകൊണ്ടുള്ള ഗുണങ്ങളെന്നോ മക്കൾ സാലിഹാകാൻ ഇത് ഉപകരിക്കുമെന്നോ ഈ വിഷയങ്ങളൊന്നും ആരും ചെയ്യുന്നുമില്ല. ഇന്നതൊന്നും ചർച്ചയും ചെയ്യുന്നില്ല. അത് വലിയ അപകടമാണ്. അല്ലാഹു നമ്മളെ കാക്കുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് അടുത്ത ആഴ്ച ഇതിന്റെ ബാക്കി പറയും. ജാഅ റജുലുൻ ഇലാ അമീറിൽ മുഅ്മിനീൻ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹു. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ചാരത്തേക്ക് ഒരു മനുഷ്യൻ വരുകയാണ്. വഹുവ യസ്തഖി അൻ ഇബ്നിഹി. സ്വന്തം മകനെ കുറിച്ചുള്ള പരാതിയാണ്. പേരിടുന്ന വിഷയം മുതൽ അടുത്ത ആഴ്ച പറയാം ഇൻഷാ അല്ലാഹ്. ഇപ്പൊ ഇതുമായി ബന്ധപ്പെട്ടത് മാതാപിതാക്കളുടെ വിഷയത്തിൽ ഒന്ന് ഗൗനിക്കേണ്ട വിഷയത്തിൽ ഒരൊറ്റ സംഭവം കൂടി.